വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക, അറിയിക്കുക. കാരണം 40 പീസുള്ളൂ. ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഈ വീഡിയോ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് കാലിയാക്കുന്നത്. 2-3 ആൾക്കാർ വന്ന് നോക്കി, പിന്നെ നോക്കാനുള്ള സൗകര്യമൊക്കെ കൊണ്ടാണ്, സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം മുകളിലൊക്കെ ഫുള്ളായിട്ട് ഫില്ലായിരിക്കുന്നത്. അപ്പോൾ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു കട കാലിയാക്കുന്ന വീഡിയോനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? സിലു ടോൾക്കിസിന്റെ സൽഹയുടെ ഹസ്ബൻഡ് ആയിരുന്ന ഗഫൂർ ഖാന്റെ വീഡിയോ ആണിത്. ഇപ്പൊ ഞാനിത് എടുത്തിട്ട് പറയാം, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. സിലുവിനെ കുറിച്ചിട്ടോ അത് വേറെ എന്തെങ്കിലും അതൊന്നും പറയുന്നില്ല. ആദ്യം കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിപ്പോ പറയുന്നില്ല എന്ന് പറഞ്ഞാല് മീൻസ് ഇതിനോട് ചേർന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പോ ഇദ്ദേഹം ഇപ്പൊ വന്നിട്ടുള്ളത്, ഇത് പറഞ്ഞിട്ടുള്ള വീഡിയോ കുറച്ച് മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. വീട് വിൽക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഊഞ്ഞാലൊക്കെ കാലിയാക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ വിലക്ക് തന്നെ വിൽക്കുകയാണ്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്, ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ പറയുന്നുണ്ട്. വീട് കാണാൻ വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മേലെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഊഞ്ഞാലുകൾ ഇങ്ങനെ, പിന്നെ കുറെ സാധനങ്ങൾ എന്നുള്ളത് കാരണം. അപ്പോൾ അതുകൊണ്ട് കാലിയാക്കുകയാണ്. പിന്നെ ഞാനൊരു പ്രവാസി കൂടെ ആണ്. വീട് വിൽക്കാൻ ഒരു 3-4 മാസം പിടിക്കും. അപ്പോഴത്തേക്കും ഇതെല്ലാം കാലിയാക്കും വേണം, കടയും കാലിയാക്കണം, പ്ലസ് എനിക്ക് പോവും വേണം എന്ന് പറഞ്ഞിട്ട് ഇട്ട ഒരു വീഡിയോ ആണിത്. പിന്നെ അതിനുശേഷം ഇപ്പൊ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ഊഞ്ഞാലുകൾ ആവശ്യപ്പെട്ട പ്രകാരം വീണ്ടും ഊഞ്ഞാൽ വരുത്തിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയൊരു പ്രോഡക്റ്റും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. വീട് വിറ്റ് ഈ ഊഞ്ഞാലകളും ഈ സംഭവങ്ങളെല്ലാം വിറ്റ് കാലിയാക്കണം. കുറഞ്ഞ പ്രൈസിന് കൊടുത്തിട്ട് അത് ഓഫറിലൊക്കെ ഇട്ടിട്ട് ഞാൻ കാലിയാക്കിയിട്ട് വേണം നാട് വിടാൻ. പ്രവാസിയാണ് ഞാൻ, ഗൾഫിൽ പോകാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ ആളാണ് വീണ്ടും അത്രയും ഇരട്ടിക്ക് സാധനങ്ങൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ തന്നെ അതിൽ തന്നെ മനസ്സിലാക്കി ഒരു നാടകമാണെന്നുള്ളത്. പറയാന് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആർക്കും അധികം പറയാൻ അങ്ങോട്ട് തോന്നുന്നില്ല. നമ്മളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ വരുമ്പോഴും സന്തോഷങ്ങൾ വരുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അത് കൊടുത്ത് കൊട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്ന്, കണ്ണ് തട്ടുന്നുള്ള ഉറപ്പാണ്. 2, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ മായ്ച്ചാൽ പോലും പോവില്ല, അവരെ ഓർമ്മയിൽ അതവിടെ കിടക്കും. പിന്നീട് നമ്മൾ നമ്മൾക്ക് ക്യാമറയുടെ മുന്നിൽ വരുന്ന ആ സംഭവങ്ങൾ മാത്രമല്ല, ഇപ്പൊ നമ്മൾ കുറച്ചു നേരം നല്ല ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പോട്ടിൽ നമുക്ക് ചിലപ്പം സങ്കടം വരുന്ന കാര്യങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം. അപ്പോഴൊക്കെ നമ്മൾ ക്യാമറ മുന്നിൽ പിടിച്ചിട്ട് നാട്ടുകാരെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അതിലൂടെ ഉള്ള വരുമാനം എടുത്തിട്ട് മക്കളെ പോറ്റാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പാടനെയാണ്. അതൊക്കെ പറഞ്ഞാല് നാളെ നമുക്ക് തന്നെ പാരായി വരുന്ന കാര്യങ്ങളാണ്. ഇതില് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ എന്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ത്? ഇത് ഞാന് സിലുവിനെ ഞാന് കുറ്റം പറയല്ല, ഞാനത് പറയാൻ നിൽക്കണമില്ല, എനിക്കിട്ടതിന് സമയമില്ല. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ അവര് നേരാവണമെന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നതായിട്ടുള്ള, എന്റെ മനസ്സിൽ തോന്നുന്ന, ഇന്ന് തുടങ്ങിയതൊന്നല്ല, ഞാൻ പരിചയമുണ്ട്. ഞങ്ങള് കൊച്ചിയിലൊക്കെ വെച്ചിട്ട് മീറ്റപ്പിലൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന, കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്ന മോളും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് പിന്നെ നല്ലൊരു പേഴ്സണാലിറ്റിന്റെ ഉടമയാണ്, സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അവരുടെ വീഡിയോ കാണുമ്പോൾ നല്ല രസകരമാണ്. പാവപ്പെട്ട കുട്ടികള്, കുഞ്ഞു മക്കളൊക്കെ അവരുടെ വീഡിയോ, അതുപോലെ തന്നെ ചില അമ്മമാരുണ്ടാവും പാവങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തയക്കാൻ പോലും, നല്ല രീതിയിൽ ടിഫിനായിട്ട് കൊടുക്കാൻ പോലും പാകമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വീട്ടിൽ വെച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളവരുടെ മുന്നിലാണ് അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ഹൈ റിച്ച് ആയിട്ടുള്ള ഫുഡുകള്, സ്നാക്സുകള് മക്കൾക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ട് ടിഫിനിൽ കൊടുക്കുന്നത്. അത് നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കുമ്പോൾ, ഫുഡ് ഉണ്ടാക്കുന്ന വിധം എന്ത് എന്നുള്ളത് കാണിക്കുമ്പം ആ താല്പര്യമുള്ളവർക്ക് കാണാം. പക്ഷെ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യുമ്പം അതിൽക്ക് ഈ ടിഫിനിൽ നിറയ്ക്കുന്നതും അത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും കാണുമ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങളും ഇത് നോക്കി നിൽക്കുമ്പോൾ അവർക്ക് സങ്കടാവൂലേ? പ്രത്യേകിച്ച് നമ്മൾ ചാരിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ പാവപ്പെട്ടവരോടാണല്ലോ ചാരിറ്റി ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടാണ് ചാരിറ്റി ചെയ്യുക. പ്രത്യേകിച്ച് പ്രായമുള്ള സ്ത്രീകൾക്കും പ്രായം കുറഞ്ഞ കുഞ്ഞുമക്കൾക്കും ആണ് കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത്.
അവർക്കുള്ള സഹായങ്ങളും ബുക്കുകളും പുസ്തകങ്ങളും പേനകളും മറ്റുള്ളതും ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയിട്ട് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എന്താ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അവരൊക്കെ വീഡിയോ കണ്ടിരിക്കണം നിർബന്ധമായിട്ടും, കാണും ചെയ്യും. അവരുടെയൊക്കെ മുന്നിലാണ് ഇത്രയും നല്ല ഹൈ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കാണിക്കുന്നത്. എത്രമാത്രം വിഷമം ഉണ്ടാവും അല്ലെ? അത് വിടാം. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒന്ന്. രണ്ടാമത്തത്, നമ്മളെ ഹസ്ബൻഡ് അവര് നമ്മളെ ഇത്രയും കാലം അവര് നമ്മളെ കൂടെ ജീവിച്ച് നമ്മളെ മക്കളുടെ പിതാവാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടൊരു സ്വഭാവമാണ്. ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കുന്ന അദ്ദേഹം അല്ല ഭർത്താവ് ഭാര്യനോട് ഇങ്ങനെ തന്നെ പെരുമാറാൻ പാടൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. പല ഇഷ്ടങ്ങളും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെ ഭർത്താവിന് വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അവരും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കും വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ പോലും നമ്മളിപ്പോ പുറത്തു പോവുകയാണെങ്കിൽ ഇക്കാക്ക് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ ഞാനത് കഴിക്കാറില്ല. വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ നല്ല നല്ല ഇഷ്ടമുള്ള മീനുകൾ ഉണ്ടെങ്കിൽ, കാരണം 2 പേരേ ഉള്ളൂ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇക്കാക്ക് ഇഷ്ടമുള്ള മീനാണ് വാങ്ങൽ കൂടുതൽ. രണ്ടാളും കഴിക്കുന്ന മീനും ഉണ്ട്, അതും നമ്മൾ വാങ്ങും. അല്ലാതെ എനിക്ക് നല്ല ഇഷ്ടമുള്ള മീൻ ഉണ്ടെങ്കിൽ ആ സാധനം ഇക്ക കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഒരാൾക്ക് മാത്രമായിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനത് ആ ഇഷ്ടം മാറ്റി വെച്ച്. ഇതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം മാത്രമല്ല, വസ്ത്രമായാലും മറ്റുള്ളതായാലും, ഞാൻ സാരി ധരിക്കാൻ നല്ല ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ആ വസ്ത്രം അങ്ങോട്ട് മാറ്റി വെച്ചു. സാരി ഇല്ലാഞ്ഞിട്ടല്ല, ഇഷ്ടം പോലെ സാരി ഉണ്ട്. വല്ലപ്പോഴും എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് ചുറ്റിക്കോന്ന് പറയും, എപ്പോഴെങ്കിലൊക്കെ. ഇതിപ്പോ ഉദാഹരണത്തിന് നിക്കാഹിന് മോന്റെ ആ സമയത്ത് എല്ലാവരും 3 സാരി എടുക്കട്ടെ എന്ന് വെച്ച് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അന്നത്തെ ദിവസം നമ്മള് സാരി ചുറ്റി. മോനും മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, എനിക്കും നല്ല ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ടും മാറ്റണം ഇങ്ങോട്ടും മാറ്റണം, നഷ്ടങ്ങളും കഷ്ടങ്ങളും അങ്ങോട്ടും പരസ്പരം കൊടുത്ത്, ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിന്റെ എന്താ പറയാ വിജയം എന്ന് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ വേണം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളൊരു മോട്ടിവേഷനായി കാണിച്ചു കൊടുക്കാൻ. പകരം നമ്മൾ ഈ 4-5 മക്കൾ ആവുന്നത് വരെ നമ്മൾ സഹിച്ചു നിന്നിട്ട് അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ പിന്നീട് നമ്മളെ കുത്തിപ്പൊക്കിയിട്ട് അത് നെഗറ്റീവായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ അത് പറയുമ്പോൾ അത് എത്രമാത്രം മറ്റുള്ളവർക്ക് ഒരു ഇതായിട്ട് തോന്നും. അതായത് ഇതുവരെ നമ്മൾ സഹിച്ച് നിന്നിക്കണെന്നുള്ളത് പല രീതിയിലും നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെ വെച്ചാല് പഠിത്തം, അതിന്റെ ബുദ്ധിമുട്ട്, കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കുന്ന കുട്ടികളെ നോക്കുന്നു, അതിനോട് വ്ളോഗ് ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് സല്ല. ആ ഹസ്ബൻഡിനെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. ഇതിപ്പോ സൽഹ മാത്രമല്ല, ഒരുപാട് പെണ്ണുങ്ങൾ ഇതേപോലെ സഹായിക്കുന്നവരുണ്ട് ഹസ്ബൻഡിനെ. എല്ലാവരും വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിന് മുന്നിൽ വന്ന് പറയുമ്പോൾ നമ്മള് ആണ് ചെറുതാവുന്നത്, നമ്മളെ വിലയാണ് പോകുന്നത്. നമ്മളെ ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുന്നിൽ ഇട്ടുകൊടുക്കുമ്പോൾ നമ്മളെ പല്ല് കുത്തിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് മണപ്പിക്കാൻ കൊടുക്കുന്ന പറഞ്ഞ മാതിരിയാണ്. ഇതിൽ കൂടെ ഒരു മോട്ടിവേഷൻ ഒന്നും വരാനില്ല. സ്ത്രീകൾ അങ്ങനെ വേണം, സ്ത്രീകൾ ഇങ്ങനെ വേണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ആ സ്ത്രീകൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ ആ സ്ത്രീകൾക്ക് അവരോട് ഭർത്താക്കന്മാരോട് പോലും സംശയം തോന്നേണ്ട രീതിയിൽ ആവുകയാണ്. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല, ഞങ്ങൾ ഉയരണം, ഞങ്ങൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം, അങ്ങനെയുള്ള ഒരു ചിന്ത വരികയാണ്. പകരം നമ്മളിങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുത്ത് നമ്മൾ ഇവിടം വരെ എത്തിയ ഇത്രയും വർഷം ജീവിച്ച ആ ആൾക്ക് അതിലില്ലാത്തൊരു വ്യത്യാസം പിന്നീട് വരാനൊന്നും പോണില്ല. അപ്പം അതിന്റെ വ്യത്യാസം നമ്മളിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊന്നല്ല ജീവിതം എന്ന് പറഞ്ഞത്. 4-5 കുട്ടികളായിട്ട് ഒറ്റക്ക് നിൽക്കാൻ പറ്റും, പണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കാന്ന് തോന്നും. പക്ഷെ ആ കുഞ്ഞുങ്ങളൊക്കെ നാളെ പിറ്റേന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകും. മീൻസ് അങ്ങനെ അകന്ന് പോവാന്നല്ല, അവരുടെ പഠനമായിട്ടും അവരുടെ കല്യാണം കഴിഞ്ഞിട്ടും അവരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. അപ്പം നമുക്ക് ഇണക്ക് ഇണയും തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പം ചില സമയത്ത് നമുക്ക് തോന്നും എന്തെങ്കിലും കാട്ടിയിട്ട് കിണറ്റിലിട്ടാൽ മതി എന്നൊക്കെ. അത് അവർക്കും നമ്മളോടും തോന്നും. ഇതൊക്കെ ഉണ്ടാവുമ്പോ തന്നെയാണ് ആ ദേഷ്യം, ഈറയും സ്നേഹവും എല്ലാം ഒത്തുചേരുന്നതാണ് ഒരു കുടുംബം എന്ന് പറഞ്ഞത്. കാരണം രണ്ട് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വരുന്നതാണ്, രണ്ട് സാഹചര്യത്തിൽ വളർന്നവരാണ്. അവര് കൂടിയിട്ടാണ് ഒരു ജീവിതം തുടങ്ങുന്നത്. അതിൽ നിന്നാണ് നമുക്ക് സന്തതികൾ പിറക്കുന്നത്. അവരെ വളർത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഒരു മാതൃകാ ദമ്പതികളായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. ആ മക്കളുടെ മുന്നിലാണ് നമ്മളെ നല്ല ജീവിതം നയിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. നിന്റെ അബ്ബ അല്ല നിന്റെ പിതാവ് ഇങ്ങനത്തവനാണ് അങ്ങനത്തവനാണെന്ന് ഞാൻ
ഈ ഇതിൽ കൂടെ വിളിച്ചു പറയുമ്പോ ആ ആ മക്കള് തല താഴ്ത്തി നിൽക്കേണ്ടി വരും മറ്റുള്ളവരുടെ മുന്നിൽ. ഇത് ഇന്നല്ല നാളെയാണ് അതിന്റെ സൈഡ് എഫക്റ്റ് മക്കൾക്ക് വരിക. അപ്പോഴായിരിക്കും അത് തിരിച്ച് നമ്മളിലും വരിക. അതാണ് പിന്നീട് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ജസ്റ്റ് നമുക്ക് എന്താ പറയാ റീച്ച് ആയിട്ട് വരും, അതിൽ കൂടെ പൈസ കിട്ടും. ആ പൈസ കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികൾക്ക് ഇപ്പൊ പൈസ ആണ് ആവശ്യം. ഇപ്പം മക്കൾക്ക് എന്താണ് ആവശ്യങ്ങളാണ് നമ്മളിലൂടെ അവർ കാണുന്നത്. അവർക്ക് വേറെ ഒന്നും അറിയില്ല. അപ്പം അവർക്ക് ബുക്ക് വേണം, പേന വേണം, ഡ്രസ്സ് വേണം, ഭക്ഷണം വേണം, വേണം 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 എന്നുള്ളതേ മാത്രം അവർക്ക് അറിയുള്ളൂ. ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയില്ല. അവര് വളർന്നു വലുതാവുമ്പോൾ റോങ് ഉമ്മാന്റെ അടുത്തായിരിക്കും അവർ കാണാം, ബാപ്പാന്റെ അടുത്തായിരിക്കില്ല. കാരണം എന്താ, ഉമ്മാക്ക് ക്ഷമിച്ചാൽ എന്താ, ഇത്രയും കാലം ഉമ്മ ക്ഷമിച്ചില്ലേ, ഞങ്ങള് ഇത്രയും കുട്ടികളെ പ്രസവിച്ചില്ലേ, ഞങ്ങളെ ബാപ്പാനെ എന്തിന് നിങ്ങൾ ഇങ്ങനെ അകറ്റി നിർത്തി, ഞങ്ങൾക്ക് ബാപ്പ എവിടെ, ഞങ്ങളെ ബാപ്പാനെ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. പിന്നെ ഇതൊരു നാടകമാകാനും സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞതല്ല, കമന്റിലൂടെ പലരും പറയണം, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവരൊന്നാകും എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ച് ചിരിക്കുന്നവരും ഉണ്ട്. ഞാന് സൽഹാനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാനൊരു അനിയത്തിനെ പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇത്രയും ദിവസത്തെ വീഡിയോസ് ഞാൻ കണ്ടതിൽ പറയുന്നതാണ്. നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അവരുടേതായിട്ടുള്ള പല രീതിയിലും മെനിഞ്ഞെടുത്ത കഥകളായിട്ട് അവരടിച്ച്, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി, നമ്മളെ ഭർത്താവ് തിരിച്ചു വന്നോ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിതം കിട്ടിയോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടിയോ, അതിൽ കൂടെ മനസ്സമാധാനം കൂടുതൽ നഷ്ടപ്പെടില്ല, ഇങ്ങോട്ട് നമുക്ക് മനസ്സമാധാനം കുറഞ്ഞു കിട്ടിയില്ല, ശാന്തം കിട്ടിയില്ല. പറഞ്ഞു തീർന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് വേറെ രീതിയിൽ കൂടെ ഒത്തിരി പേര് പല രീതിയിൽ കൂടെ വീഡിയോ ചെയ്തത് നമ്മളെ കേൾക്കണത് കാണുകയാണെങ്കിൽ ഉള്ള മനസ്സമാധാനം പറ്റേ പോകും. അതിന് കാരണം ആരാ, നമ്മള്. പിന്നെ നമ്മളെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. സംഭവം പലരും പല രീതിയിൽ തന്നെയാണ്. ആണുങ്ങളായാലും അങ്ങനെ തന്നെയാണ്. അവരുടേതായ കാര്യങ്ങൾ നേടാൻ തന്നെ നടക്കുള്ളൂ. ഒരാളും പിന്നെ എന്താ പറയാ ഒരു പെണ്ണിനെ നല്ല രീതിയിൽ സ്നേഹിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വളരെ ചുരുക്കം, ഏറ്റവും നല്ല ഉത്തമനായ ഭർത്താവ് അള്ളാന്റെ റസൂൽ തന്നെ. അത് കഴിഞ്ഞിട്ട് മനുഷ്യന്മാരിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മൾ കേൾക്കുന്ന മുഴുവൻ അങ്ങനത്തതാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതായത് അവരുടെ പാവയായി നമ്മളെ തുള്ളിക്കുക, അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് നിർത്തുക, ഇത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അല്ല, എന്നെ പോലെ ഒരു ജീവിയാണ്, അവൾക്കും അവകാശങ്ങളുണ്ട്, അവൾക്കും ആഗ്രഹങ്ങളുണ്ട്, അവൾക്കും ഒരു മനസ്സുണ്ട്, അവൾക്കും ചിന്ത ഉണ്ട്, അതൊന്നും അവർക്കില്ല. കല്യാണം കഴിച്ചോ, പിന്നെ നമ്മൾ ഒരാളോട് അഭിപ്രായം പോലും അവരുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ എന്താ പറയാ, അതിന് ചായക്കണ അജെന്തിനാ അത് പറഞ്ഞത്, അത് വേറെ ഞാൻ പറഞ്ഞോളൂ, ഇങ്ങനെയാണ്. എന്നാലോ നമ്മൾ നയിച്ച പൈസ അവർക്ക് ഹലാലാണ്, കൈകാര്യം ചെയ്യാനും എല്ലാത്തിനും മുന്നിലാണ്. പൈസ എല്ലാവർക്കും ആവശ്യമാണ്, നയിക്കാനും അവർ വിടും. കഷ്ടപ്പാടുകൾ മുഴുവൻ നമുക്കാണ്, പിന്നീട് കുറ്റപ്പെടുത്തലുകളും നമുക്കാണ്. അപ്പം പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. എത്ര നമ്മൾ എവിടെ ഹിമാലയത്തിൽ കയറിയാലും, ഏത് ചന്ദ്രനിൽ പോയാലും, എത്ര പവർ ഉള്ളവളാണെന്ന് പറഞ്ഞാലും സ്ത്രീക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ എന്താക്കണം, കല്യാണം കഴിക്കാതിരിക്കണം. നമ്മൾ നമ്മളതായിട്ടുള്ള ഒറ്റയ്ക്ക് ജീവിക്കണം. അങ്ങനെ ജീവിക്കണേ നമുക്ക് അത്യാവശ്യം എന്താ പറയാ നമ്മളെ മനസ്സമാനത്ത് ജീവിക്കാം. പക്ഷെ സമൂഹം നമ്മൾ അതിന് വിടൂല. എന്താ, ചോദ്യങ്ങൾക്ക് മറുപടി നമ്മൾ കണ്ടുവെക്കണം. ചോദ്യങ്ങൾക്ക് മറുപടി മാത്രമല്ല, അത് ഉള്ള മനസ്സമാനം വീട്ടുകാരും കളയും. കല്യാണം കഴിക്കാത്ത ഇവൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉണ്ടോ, അങ്ങനെ. പിന്നെ നമ്മൾ തിരിഞ്ഞോടത്തും മറിഞ്ഞോടത്തും ഡബിൾ ക്യാമറ ആയിട്ട് ആൾക്കാർ പിന്നാലെ വരും. അങ്ങനെ വിഷയങ്ങൾ വേറെ ഉണ്ടാവും. മാത്രല്ല, ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്കും ഒരു സന്തതി നമ്മൾ വേണ്ടേ? ഈ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കല്യാണത്തിന് മുന്നേ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരും ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അങ്ങനെ തുടർന്നുകൊണ്ട് യുഗാന്തരങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയാ ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ നിന്നൊന്നും ഒരു രക്ഷയും കിട്ടൂല. അപ്പൊ പിന്നെ നമ്മള് ഒരു സീൻ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ വീഡിയോസ് ഒക്കെ ഇതിക്കെടുക്കെ മക്കളൊക്കെ വലുതാകുമ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കില്ലേ, പലരും ക്രൂരന്മാരാണ്. ആ ക്രൂരത അഭിനയിക്കുന്നത് നമ്മൾ ഒതുക്കി വെക്കും. നമ്മളെ ലൈഫിന്റെ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ സഹിക്കാൻ പറ്റാഞ്ഞാൽ പുറത്ത് കൂടും. അപ്പോഴും അവര് സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കും, നമ്മളെ പിന്നാലായിരിക്കും മക്കളെല്ലാം. കഷ്ടപ്പാട് നമുക്കാണ്. ഇപ്പം ഗഫൂർക്ക പൈസ തരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇഷ്ടം പോലുള്ള പൈസ വാടകയും കാര്യങ്ങളൊക്കെ മൂപ്പര കൊടുക്കണമെന്ന് പറഞ്ഞു, ചെലവും ഒക്കെ കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ പിന്നെ ധൈര്യത്തിൽ നിൽക്കും ചെയ്യാലോ.
മക്കളെ നോക്കാൻ അദ്ദേഹം ഉണ്ട്, തയ്യാറാണ്. ഇപ്പൊ അതാ പറയുന്നത്, ഒരു ഡ്രൈവറായിട്ടെങ്കിലും എന്നെ നീ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവർ ഒന്നാവണം തന്നെയാണ് നമ്മൾ ആഗ്രഹം. നല്ല രീതിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ, ഇത് അദ്ദേഹത്തിനും ഒരു പാടാവട്ടെ, ഇവർക്കും ഒരു പാടാവട്ടെ. കുറച്ച് അകന്ന് നിൽക്കുമ്പോൾ ബന്ധങ്ങളുടെ വില എല്ലാവർക്കും ഒന്ന് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ആ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല എന്താ പറയാ, നല്ല ബുദ്ധി തോന്നി ഒന്നിച്ച് ജീവിക്കട്ടെ. കാരണം നഷ്ടങ്ങൾ മക്കൾക്കാണ് എപ്പോഴും വരുന്നത്. പിന്നെ സ്ത്രീകൾക്കും ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ഒറ്റയ്ക്ക് എല്ലാം പേറാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. ചിലത് ഭർത്താക്കന്മാരുണ്ടായിട്ടും കാര്യമില്ല, കണ്ണ് തുറക്കാതെ രാവും പകലും കഷ്ടപ്പെട്ടിട്ട് ഉറക്കൂല ഊണില്ലാതെ മക്കളെ പോയിട്ട് നയിക്കുക. നമ്മളെ ശരീരം മൊത്തം മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്ന് തരിപ്പണായി പോവുക. ലാസ്റ്റ് ഒന്നും കിട്ടൂല. കുറച്ച് രോഗങ്ങൾ ഉണ്ടാവും, കുറച്ച് കുറ്റപ്പെടുത്തലുണ്ടാവും സ്ത്രീകൾക്ക്, ബാക്കി അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അവര് നന്നായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം അത് പിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇത് ഒരാൾ ആ തലക്കുന്ന ഒരു വീഡിയോ, ഇയാൾ ഈ തലക്കുന്ന വീഡിയോ, ലക്ഷങ്ങൾ പോകുന്നുണ്ട്. ഈ ലക്ഷങ്ങൾ വ്യൂവേഴ്സ് കാണുന്നുണ്ട്, ആൾക്കാർക്ക് ഒരു ഹരം. മറ്റുള്ളവരെ വീട്ടിലെ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം ലക്ഷങ്ങളിൽ ഒതുങ്ങുന്നു. അതിൽ കൂടെ ലക്ഷങ്ങൾ വരുമാനം വരുന്നു, ആ ലക്ഷങ്ങൾ അവർ കഴിക്കുന്നു. ഇതാണോ ജീവിതം? ക്യാമറന്റെ മുന്നിൽ മാത്രമുള്ള ജീവിതം. അത് ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒറിജിനൽ ബാക്കിലുണ്ട്. ആ ഒറിജിനലിൽ എത്രമാത്രം അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ, പടച്ച റബ്ബിനും അറിയാം. അപ്പൊ അതിൽ സത്യസന്ധമായിട്ടുള്ള എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിലും ഞാൻ പറയാണ്, ഇപ്പൊ നമ്മളെ ക്യാമറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീന്, സ്റ്റേജ് കാണുന്നത്, സ്പോട്ട് കാണുന്ന രണ്ട് ഭാഗത്തായിട്ട് അവരൊന്നിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്കും ഒരു സന്തോഷം തോന്നുന്നത്. ഇത് എന്തിനോ ഏതിനോ എങ്ങനെ ആയാലും നന്നായി ജീവിക്കട്ടെ, മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും. അപ്പം ഇതൊരു മാതൃക അല്ല പൊതുജനത്തിന് കൊടുക്കുന്നത് എന്നും കൂടെ ഇതിലൂടെ ഞാൻ പറയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.